ഏവർക്കും നമസ്കാരം. പരമശിവന്റെ രണ്ടു മക്കളായ കാർത്തികേയനെയും ഗണപതിയെയും കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പരമശിവന്റെ മറ്റൊരു പുത്രനായ അയ്യപ്പസ്വാമിയെക്കുറിച്ചും നമുക്കറിയാം. എന്നാൽ പരമശിവനു 13 മക്കളുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? പരമശിവന്റെ 13 മക്കളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതുപോലുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യൂ. കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ, മുരുകൻ, സ്കന്ദൻ, ആറുമുഖം എന്നെല്ലാം ഭക്തർ വിളിച്ച് ആരാധിക്കുന്ന ശിവപാർവതി പുത്രനാണ് കാർത്തികേയ സ്വാമി. ദേവന്മാരുടെ സൈന്യാധിപനും യുദ്ധത്തിന്റെ ദേവനും കൂടിയാണ് കാർത്തികേയൻ. തൈപ്പൂസം, പങ്കുനി, ഉതിരം, സ്കന്ദഷഷ്ടി, വൈകാശി വിശാഖം എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. യുവത്വം, ജ്ഞാനം, വീര്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന തമിഴരുടെ ദൈവമായി വ്യാപകമായി ആരാധിക്കപ്പെടുന്നു. ഗണപതി, വിനായകൻ, ഗണേശൻ, അനശ്വരൻ, വിഘ്നേശ്വരൻ എന്നീ പേരുകളിൽ ഭക്തർ ഭഗവാനെ വിളിച്ചു ആരാധിക്കുന്നു. കൂടുതൽ പേർ ആരാധിക്കുന്ന ദേവന്മാരിൽ ഒരാളാണ് ഗണപതി ഭഗവാൻ. എല്ലാ വിഘ്നങ്ങളും മാറ്റി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ദേവനാണ് ഗണപതി. തുടക്കങ്ങളുടെ അധിപൻ എന്ന് അറിയപ്പെടുന്നു. കലയുടെയും ശാസ്ത്രത്തിന്റെയും രക്ഷാധികാരി കൂടിയാണ് ഭഗവാൻ. അയ്യപ്പൻ ശിവന്റെയും വിഷ്ണുവിന്റെയും മോഹിനി പുത്രൻ എന്നറിയപ്പെടുന്നു. ശിവന്റെ മകനായി അയ്യപ്പസ്വാമിയെ പരാമർശിക്കുന്നത് ബ്രഹ്മപുരാണത്തിലാണ്. ഹരിഹരപുത്രനാണ് അയ്യപ്പസ്വാമി. മഹിഷി വധത്തിനായി അവതാരമെടുത്തതാണ് ഈ ശിവപുത്രൻ. കലിയുഗത്തിൽ ഭക്തർക്ക് ഒരു സംരക്ഷകനായും വഴികാട്ടിയായും നിലകൊള്ളുന്നു. ഐക്യത്തിന്റെ പ്രതീകമായ അയ്യപ്പന്റെ ശബരിമല ക്ഷേത്രം ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്നു. ഭൂമ അഥവാ ചൊവ്വ കഠിന തപസ്സനുഷ്ഠിച്ചിരുന്ന പരമശിവന്റെ വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ പതിച്ചു. അങ്ങനെ പരമശിവനു ഭൂമിദേവിയിൽ പിറന്ന മകനാണ് ഭൂമ അഥവാ ചൊവ്വ. ഭൂമിദേവിയുടെയും വരാഹ അവതാരത്തിൽ ജനിച്ച മകനായും ചിലയിടങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. നവഗ്രഹങ്ങളിൽ ഒന്നായ ചൊവ്വ പരമശിവനെ പുത്രനാണെന്ന് പത്മപുരാണത്തിൽ, ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. യുദ്ധം, ഊർജം, ധൈര്യം, ഓജസ് എന്നിവയുടെ ദേവനായി ആരാധിക്കപ്പെടുന്നു. ജനന്തര ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാനായി പരമശിവൻ തന്റെ തൃക്കണ്ണ് തുറന്നു. എന്നാൽ അലിവ് തോന്നിയ ഭഗവാൻ ഇന്ദ്രനെ രക്ഷിക്കുകയും തൃക്കണ്ണിൽ നിന്ന് വന്ന ഊർജം സമുദ്രത്തിലേക്ക് അയക്കുകയും ചെയ്തു. ആ ഊർജം സമുദ്രവുമായി കൂടിച്ചേർന്നപ്പോൾ അതൊരു ആൺകുട്ടിയുടെ രൂപമായി മാറി. ആ കുട്ടിയെ ജലന്ധര. ശുഗേശൻ അസുരൻ പുത്രനായിരുന്ന അനാഥ ബാലനായിരുന്നു ശുഗേശൻ. പാർവതി ദേവിക്കു ഈ ബാലനോട് അലിവ് തോന്നുകയും ശിവപാർവതിമാർ സ്വന്തം പുത്രനായി സ്വീകരിച്ച് ശുഗേശൻ എന്ന പേര് നൽകി വളർത്തി. അസുരവംശത്തിലെ ഒരു പ്രധാന വ്യക്തിയായി അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് സുമാലി, മാലി, മാല്യവാൻ എന്നിവരുടെ മുത്തച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം രാവണന്റെ മുതുമുത്തച്ഛനായി മാറുന്നു. അന്ധകൻ പരമശിവന്റെയും പാർവതിയുടെയും മകനായി അറിയപ്പെടുന്നു. മന്ദരപർവ്വതത്തിൽ വെച്ച് പാർവതി ദേവി കണ്ണുകൾ മൂടിയപ്പോൾ ശിവൻ വിയർപ്പിൽ മുങ്ങി. അവരുടെ വിയർപ്പ് തുള്ളിയിൽ നിന്നും ഒരു അന്ധനായ മകൻ ജനിച്ചു. അന്ധനും കറുത്ത തൊലിയുള്ളവനുമായി ജനിച്ച അവനെ അസുരരാജാവായ ഹിരണ്യാക്ഷൻ ദത്തെടുത്ത് വളർത്തി. ആ അസുരനാണ് അന്ധകാസുരൻ. വാസ്തോസ്പതി അന്ധകാസുരനുമായുള്ള യുദ്ധത്തിനിടയിൽ പരമശിവന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ വീണു. ഈ തുള്ളികൾ വാസ്തോസ്പതി എന്ന ആൺകുട്ടിക്ക് ജന്മം നൽകി. നാം ഏവരും ഗൃഹനിർമ്മാണത്തിനും മറ്റും നോക്കാറുള്ള വാസ്തു സംരക്ഷകനാണ് വാസ്തോസ്പതി. വാസ്തുപുരുഷനെ ഘടനകളുടെ ദൈവമായി അംഗീകരിക്കുന്നു. വിവിധ ദേവതകളാൽ ബന്ധിക്കപ്പെട്ട വാസ്തുപുരുഷന്റെ ശരീരം വാസ്തുമണ്ഡലത്തിന്റെ രൂപരേഖയാണ്. വാസ്തുവിദ്യ അവന്റെ രൂപവുമായി യോജിക്കുമ്പോൾ ഐക്യം, സന്തുലിതാവസ്ഥ, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നു. ചില ഐതിഹ്യങ്ങൾ അനുസരിച്ച് വാസ്തുപുരുഷൻ എന്നറിയപ്പെടുന്ന വാസ്തോസ്പതിയെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നും അറിയുന്നു. വേട്ടക്കുരുമകൻ വടക്കൻ കേരളത്തിൽ പ്രധാനമായും ആരാധിക്കപ്പെടുന്ന ദേവനാണ് വേട്ടക്കുരുമകൻ. അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ കാട്ടാളവേഷത്തിലെത്തിയ പരമശിവനും പാർവതീദേവിക്കും ജനിച്ച മകനാണ് വേട്ടക്കുരുമകൻ. വേട്ടക്കാരന്റെ മകൻ എന്നും കാവൽ ദേവൻ എന്നും അറിയപ്പെടുന്ന അദ്ദേഹം ധീരതയോടും വനസംരക്ഷണത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രശസ്തമായ ആരാധനാലയം ബാലുശ്ശേരിക്കോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ്. ചില പാരമ്പര്യങ്ങൾ അദ്ദേഹത്തെ ഭഗവാൻ അയ്യപ്പനുമായി ബന്ധിപ്പിക്കുന്നു. വിഷ്ണുമായ പരമശിവനും കൂലിവക എന്ന ചണ്ടാല സ്ത്രീയായി രൂപമെടുത്ത പാർവതീദേവിക്കും ജനിച്ച പുത്രനാണ് വിഷ്ണുമായ. കേരളത്തിൽ കുട്ടിച്ചാത്തൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ വിഷ്ണുമായ
ദക്ഷിണേന്ത്യയിൽ ശക്തനും ജനപ്രിയനുമായ ഒരു ദേവതയാണ്. ശിവന്റെയും പാർവതി ദേവിയുടെയും അല്ലെങ്കിൽ ഗോത്രദേവതയായ കൂളിവാകയുടെ മകനായി അദ്ദേഹം ആരാധിക്കപ്പെടുന്നു. കൈലാസത്തിൽ പ്രവേശിക്കാൻ ഭഗവാൻ വിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ച ചെറുപ്പക്കാരനും കലിയായവനും എന്നാൽ തീക്ഷ്ണതയുള്ളവനുമായ ഒരു ദേവനായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നു. അശോകസുന്ദരി. പാർവതി ദേവിയുടെ ആഗ്രഹത്തിൽ നിന്നാണ് അശോകസുന്ദരി ജന്മമെടുത്തത്. പത്മപുരാണത്തിലും ശിവപുരാണത്തിലും പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്ന ദേവതയാണ് അശോകസുന്ദരി. പാർവതിയുടെ ഏകാന്തത ലഘൂകരിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ശിവന്റെ ധ്യാനവും കാർത്തികേയന്റെ വേർപാട് മൂലമുണ്ടായ ഏകാന്തതയെ മറികടക്കാൻ പാർവതി ഒരു മകളെ ആഗ്രഹിച്ചതിനെ തുടർന്ന് ആഗ്രഹം സഫലമാക്കുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് കൈലാസപർവ്വതത്തിൽ അവർ ജനിച്ചു. അശോകസുന്ദരി സന്തോഷം, സൗന്ദര്യം, മാതാപിതാക്കളുടെ ദുഃഖം ലഘൂകരിക്കൽ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. മാനസാദേവി. പാമ്പുകടിയേറ്റതിൽ നിന്നുള്ള സംരക്ഷണത്തിനും പ്രത്യുൽപാദനക്ഷമതയ്ക്കും സമൃദ്ധിക്കും വേണ്ടി പ്രധാനമായും ബംഗാളിലും ജാർഖണ്ഡ്, അസം, വടക്ക് കിഴക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുമാണ് മാനസാദേവിയെ കൂടുതലായി ആരാധിച്ചു വരുന്നത്. സർപ്പദർശനം തടയാനും സമൃദ്ധമായ വിളവെടുപ്പിനും വേണ്ടിയാണ് പരമശിവന്റെ ഈ പുത്രിയെ ആരാധിച്ചു വരുന്നത്. സർപ്പരാജാവായ വാസുകിയുടെ സഹോദരിയും ജരത്കരുവിന്റെ ഭാര്യയുമായതിനാൽ അവരൊരു കാവൽ ദേവതയായി ആരാധിക്കപ്പെടുന്നു. ചിലപ്പോൾ അവളെ ശിവന്റെ മകളായോ അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളിൽ കശ്യപമുനിയുടെ മകളായോ കണക്കാക്കുന്നു. ജ്യോതിദേവി. ശിവപാർവതി പുത്രിയാണ് ജ്യോതിദേവി. മുരുകസ്വാമിയുടെ വേലുമായി ബന്ധപ്പെട്ടാണ് ജ്യോതിദേവിയെ ആരാധിച്ചു വരുന്നത്. ജ്യോതിദേവി പ്രകാശത്തിന്റെയും അറിവിന്റെയും ദിവ്യ വ്യക്തിത്വമാണ്. മുരുകൻ കൈവശം വച്ചിരിക്കുന്ന പവിത്രമായ വേൽ അജ്ഞതയുടെ നാശത്തെ പ്രതീകപ്പെടുത്തുന്നു. പലപ്പോഴും മുരുകന്റെ സഹോദരിയായോ ശിശുവനിൽ നിന്നും പാർവതിയിൽ നിന്നും ജനിച്ച ശക്തിയുടെ പ്രകടനമായോ കണക്കാക്കപ്പെടുന്ന അവൾ മുരുകന്റെ ശക്തിയും ബോധവും എന്ന നിലയിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവന്റെ പാർവതിയുടെ തീപ്പൊരികളിൽ നിന്നോ പ്രഭാവലയത്തിൽ നിന്നോ ഉത്ഭവിക്കുന്ന മുരുകന്റെ സഹോദരിയായി അവളെ വിശേഷിപ്പിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.